അയാള് വിഗ്രഹങ്ങള് ഒരു ബോട്ടിലാക്കി കപ്പലിൽ കയറ്റാൻ കൊണ്ടുവന്ന സമയത്തായിരുന്നു അറസ്റ്റ്. അപ്പോ 5 വിഗ്രഹങ്ങളും തിരിച്ചു കിട്ടിയല്ലേ? അതെ. പക്ഷേ മേനോൻ ഇത്തവണയും രക്ഷപ്പെട്ടു. അവിടെ നിന്നും ആരോ മോഷ്ടിച്ചു. അതെങ്ങനെയോ ഇവിടെ എത്തി. ഇനി ഇത് തിരികെ എത്തിയാലും വിധിയാം വണ്ണം പുനഃപ്രതിഷ്ഠ നടത്തണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഭഗവതിപുരത്തെ ക്ഷേത്ര നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട് വിഗ്രഹം അവിടെ എത്തിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം. ചെയ്യാം സ്വാമി, അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ ഇറങ്ങട്ടെ. എന്റെ ദൗത്യം അവസാനിച്ചു. ഇനിയെല്ലാം ദേവിയുടെ ഇച്ഛ. അമ്മേ മഹാമായേ, ഹരി ഓം ഹരി ഓം. സ്വാമി ശംഭോ മഹാദേവ. അമ്മേ ദേവി, നീ തന്നെ തുണ. അമ്മേ മഹാമായേ, ഈ വിഗ്രഹം ഇങ്ങനെ ആവും തിരികെ കിട്ടുകയെന്ന് ഒരിക്കലും കരുതിയില്ല. എല്ലാം അമ്മയുടെ മായെന്നല്ലാതെ എന്താ പറയാ. നിങ്ങൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ കേട്ടാൽ സാധാരണ മനുഷ്യർക്ക് വിശ്വസിക്കാൻ പ്രയാസാവും. എന്നാൽ ഇവിടുത്തെ ഭഗവതിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നവർക്ക് ഇതൊക്കെ സാധാരണമായി തോന്നും. കാരണം ഇതിലും വലിയ അത്ഭുതങ്ങൾ നടന്ന ചരിത്രമുണ്ടേ. ആർക്കായി വിഗ്രഹം സ്വപ്നത്തിൽ കിട്ടിയെന്ന് പറഞ്ഞേ? എനിക്കാ സ്വപ്നത്തിൽ കിട്ടിയ. ആ ഭാഗ്യവാൻ. അയ്യോ അമ്മ. തിരുമേനി, ഇതിവിടെ തിരികെ എത്തിക്കാൻ കാരണമായത് അവിടെ വന്നു കയറിയ ഒരു സന്യാസിയാ. അതൊക്കെ ദേവിയുടെ മായാവിലാസമാ. അമ്മ അറിയാതെ ഒന്നും നടക്കുന്നില്ല. വിഗ്രഹം ഇവിടെ തിരിച്ചെത്തിയല്ലേ പറ്റൂ. അതിന് വേണ്ടതെല്ലാം ദേവി തന്നെ ചെയ്യും. ഉടനെ തന്നെ ഞങ്ങൾ പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങളെല്ലാവരും വരണം. ഇതെടുത്തവരെ കണ്ടെത്താൻ ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട്. ഉടനെ തന്നെ പ്രതികൾ പിടിയിലാവും. അവർക്ക് വേണ്ട ശിക്ഷയൊക്കെ ദേവി തന്നെ നൽകും. അത് ഉറപ്പാ. ചേച്ചി നമുക്ക് ഇറങ്ങാം. ഇറങ്ങാം. എന്നാ ഇറങ്ങട്ടെ തിരുമേനി. ശരി, ശരി. അങ്ങനെ ആവട്ടെ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ശരി. ശരി എന്നാ. തിരുമേനി, എന്നാ ശരി. അമ്മേ ദേവി. ഹലോ മേനോൻ സർ. ഹലോ സാമുവൽ. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടന്നില്ല. 5ാമത്തെ വിഗ്രഹം കൈവിട്ടുപോയി. അയ്യോ, അതെങ്ങനെ സംഭവിച്ചു? അതൊന്നും ഇനി പറയുന്നതിൽ ഒരർത്ഥവുമില്ല. നമുക്കിനി അടുത്ത വഴി നോക്കാം. കൈവിട്ടുപോയ ആ വിഗ്രഹം തിരിച്ചു പിടിക്കാൻ വേറെ വഴിയൊന്നുമില്ലേ? ഒരിക്കൽ കളവ് പോയതല്ലേ. ഇനി കുറെ നാളത്തേക്ക് അവർ സുരക്ഷ ശക്തമാക്കും. ആ സമയത്ത് നമ്മൾ അത് എടുക്കാൻ ശ്രമിക്കുന്നത് ആത്മഹത്യക്ക് തുല്യ. യെസ്, ദാറ്റ്സ് റൈറ്റ് സർ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? കയ്യിലുള്ള 4 വിഗ്രഹങ്ങൾ നമ്മൾ ഉടനെ തന്നെ ഷിപ്പ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ അറിയിക്കാം. ഓക്കെ ഓക്കെ.
ഓക്കെ സർ. അപ്പോ നമ്മുടെ മിഷൻ സക്സസ് ആയല്ലേ? ശരി സർ. ഓക്കെ. സാമുവലിനെ പിടിച്ചു. 4 വിഗ്രഹങ്ങളും തിരിച്ചു കിട്ടി. ആരാ അപ്പൊ സാമുവലിനെ പിടിച്ചേ? സാമുവലിന്റെ നീക്കങ്ങള് ജോർജ് സാറിന്റെ ഒരു ടീം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അയാള് വിഗ്രഹങ്ങള് ഒരു ബോട്ടിലാക്കി കപ്പലിൽ കയറ്റാൻ കൊണ്ടുവന്ന സമയത്തായിരുന്നു അറസ്റ്റ്. അപ്പോ ആ 5 വിഗ്രഹങ്ങളും തിരിച്ചു കിട്ടിയല്ലേ? അതെ. പക്ഷേ മേനോൻ ഇത്തവണയും രക്ഷപ്പെട്ടു. ആ. നീ ഇന്ന് ഓഫീസിലേക്ക് പോകണ്ടോ? ആ, ഞാൻ പോകുന്നുണ്ട് ചെറിയച്ച. ഉടനെ തന്നെ ഇറങ്ങാന്ന് വിചാരിക്കായിരുന്നു. ഒരു ഫയൽ നമ്മുടെ അക്കൗണ്ട് സെക്ഷനിൽ ഏൽപ്പിക്കാനുണ്ട്. പോകുമ്പോ ഇത് ഓഫീസിൽ കൊടുത്തേക്ക്. ആ ഓക്കെ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ആ പൃഥ്വി, നീ ഇന്ന് നമ്മുടെ ഓഫീസിലേക്ക് പോകുന്നുണ്ടോ? അത് എന്ത് ചോദ്യമാ പോലും ഏത്? ഇവൻ ഇതുവരെ എന്തെങ്കിലും കൃത്യമായിട്ട് ഓഫീസിൽ പോയിട്ടുണ്ടോ? ആഹാ, ദേ അഷിത റെഡി ആയിട്ട് വരുന്നുണ്ടല്ലോ. അവൾ ഓഫീസിലേക്കായിരിക്കും. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അവളോട് ഓഫീസിലൊന്നും പോണ്ട, ഇവിടെ ഇരുന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. നീ എങ്ങോട്ടാ അഷിതേ? ഞാൻ ജോലിക്ക് പോവാൻ. ഈ സമയത്ത് നിന്നോട് ശരീരം ശ്രദ്ധിക്കണമെന്നും അധികം അലച്ചിലൊന്നും വേണ്ടെന്നും ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ? എന്നിട്ടെന്താ ഇപ്പൊ ഓഫീസിലോട്ട് പോകുന്നേ? ഒന്ന് പ്രഗ്നന്റ് ആയെന്ന് കരുതി ആളുകൾ എപ്പോഴും ബെഡിൽ തന്നെ കിടക്കുകയാണോ ചെയ്യുന്നേ? സാധാരണ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാ സ്ത്രീകളും ചെയ്യുന്നത് തന്നെയല്ലേ? 8 മാസവും 9 മാസവും ഒക്കെ ആയ സ്ത്രീകൾ വരെ ജോലിക്ക് പോകുന്നതും വീട്ടുജോലി ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുള്ളതാ. ഞാൻ നമ്മുടെ ഓഫീസിലേക്കല്ല ജോലിക്ക് പോകുന്നത്. ഏത് കമ്പനിയിലാ അഷിതയ്ക്ക് ജോലി കിട്ടിയത്? QTV. താരയുടെ ചാനലല്ലേ അത്? അതെ.